വെൽക്കം ടു പാൻസാപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഫോസിൽ ടെറിഡോഫൈറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്സ് ആണ് എടുക്കുന്നത്. എക്സാം ഓറിയന്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസിൽ പലതവണ ഈ ഒരു ഫോസിൽ ടെറിഡോഫൈറ്റ്സ് ബേസ് ചെയ്തിട്ടും ഫോസിൽ ജിംനോസ്പോം ബേസ് ചെയ്തിട്ടും ജിയോളജിക്കൽ ടൈം സ്കെയിൽ ബേസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ ഇന്ന് ഫോസിൽ ടെറിഡോഫൈറ്റ്സിന്റെ കാറ്റഗറീസ് വിത്ത് എക്സാമ്പിൾസ് ഒന്ന് സിമ്പിൾ ആയിട്ട് ഷോർട്ട് ആയിട്ട് എല്ലാം ഈ ഒരു ഒറ്റ ക്ലാസ്സിൽ നമുക്ക് പരിചയപ്പെടാം. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. ഫോസിൽ ടെറിഡോഫൈറ്റ്സ് നമ്മൾ ഫോസിൽ ഒരു ബോട്ടണി പ്ലാന്റിനെ കുറിച്ചുള്ള ഫോസിൽസിന്റെ സ്റ്റഡിയാണ് പാലിയോ ബോട്ടണി എന്ന് പറയുന്നത് അല്ലെ. അതിൽ ഫോസിൽ ടെറിഡോഫൈറ്റ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയെ നമ്മൾ പാലിയോ ടെറിഡോളജി എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഫോസിൽ ടെറിഡോഫൈറ്റ്സ് എന്ന് ജസ്റ്റ് ഒരു ഡെഫിനിഷൻ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഫോസിൽ ടെറിഡോഫൈറ്റ്സ് എസ്പെഷ്യലി ഡിവോണിയൻ ആൻഡ് കാർബോണിഫറസ് പീരീഡിലാണ് പാലിയോസോയിക് എറയിൽ നമ്മൾ ജിയോളജിക്കൽ ടൈം സ്കെയിൽ വളരെ ആ ഒരു കട്ട് ഷോർട്ട് ആയിട്ടുള്ള നോട്ട്സ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു ഫോസിൽ ടെറിഡോഫൈറ്റ്സ് ബിലോങ് ചെയ്തിട്ടുള്ളത് ഡിവോണിയൻ ആൻഡ് കാർബോണിഫറസ് പീരീഡിലാണ്. അപ്പം ആ ഒരു ടൈം ഉള്ള ഈ ഒരു ടെറിഡോഫൈറ്റ്സ് അത് ഇന്നത്തെ കാലത്ത് എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുണ്ട് അല്ലെ. അങ്ങനെ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വാസ്കുലാർ ക്രിപ്റ്റോഗ്രാംസ് അത് പണ്ടുള്ള പീരീഡിൽ ഡോമിനേറ്റ് ആയിരുന്നു. അത്തരം കേസിലാണ് നമ്മൾ ഫോസിൽ ടെറിഡോഫൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം വാസ്കുലാർ പ്ലാന്റ്സിന്റെ അല്ലെങ്കിൽ ടെറിഡോഫൈറ്റ്സിന്റെ ഇവല്യൂഷന് ക്രൂഷ്യൽ ആയിട്ടുള്ള എവിഡൻസസ് ആയിരുന്നു ഈ ഒരു ഫോസിൽ ടെറിഡോഫൈറ്റ്സ് എന്ന് പറയുന്നത്. അദ്ദേഹം AC സെവാഡി എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഫോസിൽ പ്ലാന്റ്സിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ഫോസിൽ ടെറിഡോഫൈറ്റ്സ് എന്ന് പറയുന്നത് പ്രിമിറ്റീവ് ആയിട്ടുള്ള അതായത് റിയൽ ടെറിഡോഫൈറ്റ്സിന് മുന്നേ പ്രിമിറ്റീവ് ആയിട്ട് വാസ്കുലാർ പ്ലാന്റ്സും ദെൻ സീഡ് ബിയറിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സും തമ്മിലുള്ള ഒരു കണക്റ്റിംഗ് ബ്രിഡ്ജ് അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് ആണ് ഈ ഒരു ഫോസിൽ ടെറിഡോഫൈറ്റ്സ് എന്നാണ് AC സെവാഡി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഫോസിൽ ടെറിഡോഫൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഫോസിൽ ടെറിഡോഫൈറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഒരു ജിയോളജിക്കൽ ടൈം സ്കെയിൽ ബേസ് ചെയ്തിട്ട് അതിന്റെ ഡോമിനൻസ് പറയുമ്പോഴും ഈ ഒരു ഫോസിൽ ടെറിഡോഫൈറ്റ്സ് ഫസ്റ്റ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ വാസ്കുലാർ പ്ലാന്റ്സ് ഫസ്റ്റ് അപ്പിയർ ചെയ്തിട്ടുള്ളത് ലേറ്റ് സിലൂറിയൻ പീരീഡിലാണ്. ദെൻ ഏജ് ഓഫ് വാസ്കുലാർ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഡിവോണിയൻ പീരീഡ് ആണ്. ഏജ് ഓഫ് ടെറിഡോഫൈറ്റ്സ് എന്ന് പറയുന്നത് കാർബോണിഫറസ് പീരീഡ് ആണ്. ദെൻ ഈ ഒരു ജയന്റ് ടെറിഡോഫൈറ്റ്സിന്റെ ഡിക്ലൈൻ ഒരു മാസ് എക്സ്റ്റൻഷൻ പെർമിയൻ പീരീഡിൽ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ദെൻ ഈ ഒരു കാർബോണിഫറസ് പീരീഡ് ഏജ് ഓഫ് ടെറിഡോഫൈറ്റ്സ് എന്ന് പറയുന്നത് കൂടുതലും ട്രീ ആയിട്ടുള്ള ടെറിഡോഫൈറ്റ്സിന്റെ ഡോമിനേഷൻ ആണ് കാർബോണിഫറസ് ആയിട്ടുള്ള പീരീഡിൽ വരുന്നത്. പീരീഡ് ആണ്, ഇയോൺ എന്താണ്, എപ്പോച്ച് എന്താണ്, എറ എന്താണെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. സോ ഇമ്പോർട്ടൻറ്റ് കോൾ ഫോമിംഗ് ഫോറസ്റ്റ് ആയിട്ടുള്ള കാർബോണിഫറസ് പീരീഡ് മെയിൻ ആയിട്ട് ലൈക്കോപ്സിഡ്സ്, സ്പീനോപ്സിഡ്സ്, ടെറിഡോസ്പെർമ്സ് ഒക്കെയാണ്. നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഫോസിൽ ടെറിഡോഫൈറ്റ്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾസും അവയുടെ കാറ്റഗറീസും ആണ് പറയുന്നത്. അപ്പൊ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഈ ഒരു പോയിന്റ് നല്ല രീതിയിൽ ഇതേപോലെ തന്നെ ജിംനോസ്പെർമിനെയും ഓരോ എറാസിലും അല്ലെങ്കിൽ ഓരോ പീരീഡിലും ഓരോ എപ്പോച്ചിലും എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്നും കൂടി പഠിച്ചു വെക്കണം. നമുക്ക് ഓരോ എക്സാമ്പിൾസിലോട്ട് കടക്കാം. ആദ്യത്തെ എക്സാമ്പിൾ സൈലോഫൈറ്റേൽസ് എന്ന് പറയുന്ന ഒരു ഓർഡറിൽ വരുന്നതാണ് ഒന്നാമത്തെ ഫോസിൽ ടെറിഡോഫൈറ്റ്സിന്റെ കാറ്റഗറി. അപ്പൊ എന്താണ് സൈലോഫൈറ്റേൽസ് എന്ന് പറയുമ്പോൾ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഏർലി വാസ്കുലാർ പ്ലാന്റ് ആണ്. ഏറ്റവും ആദ്യം ഉണ്ടായിട്ടുള്ള വാസ്കുലാർ പ്ലാന്റ്സ് സൈലോഫൈറ്റേൽസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ഉണ്ടാകുന്നത്. സോ അവ തീർച്ചയായും അവ പ്രസന്റ് ആയിട്ടുള്ളത് സിലൂറിയൻ ടു ഏർലി ഡിവോണിയൻ പീരീഡ് വരെയാണ് സൈലോഫൈറ്റേൽസിന്റെ ആ ഒരു ടൈം സ്പാൻ എന്ന് പറയുന്നത്. അവയുടെ പ്ലാൻ ബോഡി എന്ന് പറയുന്നത് ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ള പ്രിമിറ്റീവ് ആയതുകൊണ്ട് തന്നെ സ്മോൾ ആയിട്ടുള്ള ഡൈക്കോട്ടമസ്ലി ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള പ്ലാൻ ബോഡി ആണ്. എക്സാമ്പിൾ ബേസ് ചെയ്തിട്ട് പറയുമ്പോൾ മനസ്സിലാകും. അവയ്ക്ക് റൂട്ടോ ലീവ്സോ പ്രസന്റ് അല്ല, അവ ആബ്സെന്റ് ആണ്. വാസ്കുലാർ സിസ്റ്റം പ്രസന്റ് ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോട്ടോസ്റ്റീലിക് ആയിട്ടുള്ള വാസ്കുലാർ ബണ്ടിൽസ് ആണ് അല്ലെങ്കിൽ ടിഷ്യൂസ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. അപ്പൊ ആ ഒരു സ്റ്റീലാർ എവല്യൂഷൻ വാസ്കുലാർ സിസ്റ്റം ആണ്. സ്റ്റീലാർ എവല്യൂഷൻ പറയുമ്പോൾ സ്റ്റീലാർ എവല്യൂഷൻ പ്രോട്ടോസ്റ്റീലും ക്ലാഡോസൈഫോണിക്കും അങ്ങനെയുള്ള പ്രിമിറ്റീവ് ടു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോട്ടോസ്റ്റീലിന്റെ ഒരു നോട്ട്സ് ഞാൻ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഞാനത് കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, ദെൻ ഇവയിൽ സ്പൊറാഞ്ചിയയിലാണ് നമ്മൾ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത്തരം കണ്ടീഷനിൽ പ്രിമിറ്റീവ് ആയിട്ടുള്ള കണ്ടീഷനിൽ ടെർമിനൽ ആയിട്ട് ഹോമോസ്പൊറസ് ആയിട്ടുള്ള സെയിം ടൈപ്പ് ആയിട്ടുള്ള സ്പോർസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തതെന്ന് മനസ്സിലാക്കുക. ഇതാണ് ഇവയുടെ ജനറൽ ക്യാരക്ടേഴ്സ്. ദെൻ ഈ ഒരു സൈലോഫൈറ്റൽസിൽ വരുന്ന എക്സാമ്പിൾ ബേസ് ചെയ്തിട്ട് നോക്കാം.
നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് റൈനിയ. ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള വാസ്കുലാർ പ്ലാന്റ്സ് ഏതാണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ടെറിഡോഫൈറ്റ്സ് ഏതാണ് എന്നും വേണമെങ്കിൽ ചോദിച്ചാൽ പറയേണ്ട ഉത്തരം റൈനിയാണ്. ഓക്കെ, അപ്പൊ റൈനിയുടെ പിക്ചർ ഞാൻ ഇതിൽ പിക്ചർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചിലതിൻ്റെത് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് മാത്രം, അതായത് കോപ്പിറൈറ്റ് ഇഷ്യൂ ഇല്ലാത്ത പിക്ചേഴ്സ് കിട്ടിയത് മാത്രമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. റൈനിയുടെ കിട്ടിയിട്ടില്ല. നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കുറെ പിക്ചേഴ്സ് കിട്ടും. സോ അത് ബേസ് ചെയ്തിട്ട് ആ ഒരു പിക്ചർ നോക്കിയിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ മെയിൻ ആയിട്ട് ഏർലി ഡിവോണിയൻ പീരീഡിലും സിലൂറിയൻ പീരീഡിലും ഒക്കെയാണ് ഈ ഒരു റൈനിയ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ റൈനിയയുടെ ഫോസിൽ ഫൗണ്ട് ചെയ്തിട്ടുള്ളത് റൈനി ഷേർട്ട് ഓഫ് റൈനി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ്. സോ ദ നെയിം റൈനിയ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു റൈനിയയുടെ നിങ്ങൾ പിക്ചർ ജസ്റ്റ് ഒന്ന് അതിൽ നോക്കിയാൽ ഏകദേശം 20 മുതൽ 50 സെന്റിമീറ്റർ മാത്രം ടോൾ ആയിട്ടുള്ള ലീഫ്ലെസ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് റൈനിയ. ദെൻ അവയ്ക്ക് ഡൈക്കോട്ടമസ് ആയിട്ടുള്ള ബ്രാഞ്ചിങ് കാണുന്നുണ്ട്. ട്രൂ റൂട്ട്സോ ലീവ്സോ അവയിൽ പ്രസന്റ് അല്ല, പക്ഷെ അവയ്ക്ക് അണ്ടർഗ്രൗണ്ട് റൈസോം ബോർ റൈസോയിഡ്സ് പ്രസന്റ് ആണ്. ഓക്കെ, അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് പഠിക്കുക. അണ്ടർഗ്രൗണ്ട് റൈസോം ബോർ റൈസോയിഡ്സ് പ്രസന്റ് ആണ്. ട്രൂ റൂട്ടോ ലീവ്സോ ഇവയിൽ ആബ്സെന്റ് ആണ്. ദെൻ ക്യൂട്ടിക്കളും, പക്ഷെ ക്യൂട്ടിക്കളും സ്ട്രൊമാറ്റിയം വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ് കേട്ടോ റൈനിയ എന്ന് പറയുന്നത്. പ്രോട്ടോസ്റ്റീലാണ് റൈനിയയിൽ പ്രസന്റ് ആയിട്ടുള്ളത്. ദെൻ ടെർമിനലി ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സ്പൊറാഞ്ചി ആണ്. ദെൻ ആ ഒരു സ്പൊറാഞ്ചിയിലുള്ള സ്പോർസ് സെയിം ടൈപ്പ് ഓഫ് സ്പോർസ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. സോ അതാണ് റൈനിയ എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം പഠിക്കുന്ന ഫോസിൽ ടെറിഡോഫൈറ്റ്സ്. രണ്ടാമത് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് കുക്സോണിയ എന്ന് പറയുന്നത്. ഓക്കെ, കുക്സോണിയ ആണ് രണ്ടാമത്തെ കാറ്റഗറിയിൽ. ലേറ്റ് സിലൂറിയൻ ടു ഏർലി ഡിവോണിയൻ പീരീഡിലാണ് ഈ ഒരു കുക്സോണിയ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. വൺ ഓഫ് ദി ഏർലിയസ്റ്റ് വാസ്കുലാർ പ്ലാന്റ് ആണ്. അപ്പൊ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നത്, ഇവിടെ ലേറ്റ് സിലൂറിയൻ ടു ഏർലി ഡിവോണിയൻ എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം കുക്സോണിയും റൈനിയും സെയിം ടൈമിലാണ് ഇവല്യൂഷൻ, അതായത് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് ഏകദേശം സെയിം തന്നെയാണ്. അപ്പം ഈ ഒരു കുക്സോണിയ ഏർലിയസ്റ്റ് വാസ്കുലാർ പ്ലാന്റ്സിൽ വൺ ഓഫ് ദ ഏർലിയസ്റ്റ് വാസ്കുലാർ പ്ലാന്റ് ആണ്. രണ്ടാമത് നമുക്ക് ഏത് പറയാം, റൈനിയും പറയാം. പ്ലാന്റ് വാസ് വെരി സ്മോൾ വിത്ത് സ്ലെൻഡർ ആക്സസ് പ്രസന്റ് ആണ്. ഡൈക്കോട്ടമസ് ആയിട്ടുള്ള ബ്രാഞ്ചിങ്, ഇതാണ് കുക്സോണിയയുടെ പ്ലാന്റ്. ഇതിൽ ഡൈക്കോട്ടമസ് ആയിട്ടുള്ള ബ്രാഞ്ചിങ് അല്ലെ, ഇതൊരു ബ്രാഞ്ച്, അവിടുന്ന് പിന്നെയും ബ്രാഞ്ച്, അങ്ങനെ ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് പ്രസന്റ് ആണ്. ദെൻ ലീവ്സും റൂട്ടും ഇവിടെയും ആബ്സെന്റ് ആണ്. വാസ്കുലാർ ടിഷ്യൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള സെൻട്രൽ വാസ്കുലാർ ടിഷ്യൂ ആണ്. ദെൻ ഓരോ ബ്രാഞ്ചിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ബ്രാഞ്ചിലും സ്പെഷ്യൽ ടൈപ്പ് ആയിട്ടുള്ള സ്പെറിക്കൽ ആയിട്ടുള്ള സ്പൊറാഞ്ചിയം പ്രസന്റ് ആണ്. ഈ ഓരോ സ്പൊറാഞ്ചിയത്തിലുള്ള സ്പോർസും ഹോമോസ്പോറസ് ആണ്. റൈനിയ പോലെയുള്ള കണ്ടീഷൻ തന്നെയാണ് അല്ലെ ഈ ഒരു കുക്സോണിയയിലുള്ളതും. നെക്സ്റ്റ് വരുന്നതാണ് ഹോർണിയോഫൈറ്റോൺ എന്ന് പറയുന്നത്. അപ്പൊ ഹോർണിയോഫൈറ്റോൺ മെയിൻ ആയിട്ട് ഏർലി ഡിവോണിയൻ റൈനി ഷേർട്ടിൽ തന്നെയാണ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. ഇവയ്ക്കും ഡൈക്കോട്ടമസ് ആയിട്ടുള്ള ബ്രാഞ്ച്, ഇവയ്ക്ക് ഏരിയൽ ആയിട്ടുള്ള ബ്രാഞ്ചും ഉണ്ട്. ദെൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പെക്യുലാരിറ്റി, അണ്ടർഗ്രൗണ്ട് പാർട്ട് ട്യൂബറസ് ആണ്. ഓക്കെ, ട്യൂബറസ് ആയിട്ടുള്ള അണ്ടർഗ്രൗണ്ട് പാർട്ടാണ് ഹോർണിയോഫൈറ്റോണിന് പ്രസന്റ് ആയിട്ടുള്ളത്. അബ്സോർപ്ഷന് വേണ്ടിയിട്ട് റൈസോയിഡ്സ് പ്രസന്റ് ആണ്. ട്രൂ ആയിട്ടുള്ള റൂട്ടോ ലീവ്സോ ഇവയിൽ ആബ്സെന്റ് ആണ്. ഓക്കെ, പക്ഷെ ഇവയുള്ള വാസ്കുലർ ടിഷ്യൂസ് അത്ര സ്ട്രോങ് അല്ല, വീക്ക്ലി ഡെവലപ്ഡ് ആയിട്ടുള്ള വാസ്കുലർ ടിഷ്യൂസ് ആണ്. കുറച്ചും കൂടി കുക്സോണിയ റൈനിയന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അല്ലെ. സ്പൊറാഞ്ചി എന്ന് പറയുന്നത് ടെർമിനൽ ആണ്, ലോബ്ഡ് ആയിട്ടുള്ള സ്പൊറാഞ്ചി ആണ് പ്രസന്റ് ആയിട്ടുള്ളത് എന്ന് ഓർക്കുക. ദെൻ ഇവയെ എന്താ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവയിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പെക്യുലാരിറ്റി ആണ് കോളമല്ല എന്ന് പറയുന്നത്. അതായത് ഇവ ലോബഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്, അവിടെ സ്പോറി എന്ന് പറയുന്നത് ലോബഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് എന്ന് പറയുന്നു. അപ്പൊ ആ ഒരു സ്പൊറാഞ്ചിയുടെ ഉള്ളിൽ ലോബ് ആക്കാൻ വേണ്ടിയിട്ട് പ്രസന്റ് ആയിട്ടുള്ളതാണ് കോളമല്ല എന്ന് പറയുന്നത്. ഓക്കെ, പ്ലാന്റ് എങ്ങനെയാണ്, ഹോമോസ്പോറസ് ആണ്, സെയിം ടൈപ്പ് ഓഫ് സ്പോർസ് ആണ് ഇവയിലും പ്രസന്റ് ആയിട്ടുള്ളത്. സോ ഇത്രയാണ് മെയിൻ ആയിട്ട് അതിൽ വരുന്നത്. ദെൻ ഈ ഒരു സൈലോഫൈറ്റോൺ എന്ന് പറയുന്നത് സൈലോഫൈറ്റേഴ്സിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, കാരണം അതിന് ഇപ്പോഴും പുതിയ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു സബ് ഗ്രൂപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സൈലോഫൈറ്റേഴ്സിൽ വരുന്നത് റൈനിയ, കുക്സോണിയ, ഹോർണിയോഫൈറ്റോൺ ആണ്. ദെൻ ആദ്യം സൈലോഫൈറ്റേഴ്സിൽ ഓർഡർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു എന്താ പ്ലാന്റ് ഫോസിൽ ടെറിഡോഫൈറ്റ്സ് ആയിരുന്നു സൈലോഫൈറ്റോൺ എന്ന് പറയുന്നത്. പക്ഷെ അതിനുശേഷം ബാങ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് സൈലോഫൈറ്റോൺ
സൈലോഫൈറ്റോണിനെ 3 സബ് ഗ്രൂപ്പ് ആക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. സോ ആ ഒരു സബ് ഗ്രൂപ്പിൽ ട്രൈമറോഫൈറ്റ്സ് എന്ന് പറയുന്ന സബ് ഗ്രൂപ്പിന്റെ അണ്ടറിലാണ്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിലാണ് സൈലോഫൈറ്റോൺ പിന്നീട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാരണം സൈലോഫൈറ്റേൽസിനെക്കാളും കൂടുതൽ ക്യാരക്ടേഴ്സ് ഈ ഒരു സൈലോഫൈറ്റോണിൽ കാണുന്നുണ്ട്. ഓക്കെ, ഇവ മെയിൻ ആയിട്ട് ഏത് പീരീഡിലാണ്? മിഡിൽ ഡിവോണിയൻ പീരീഡിലാണ്. മിഡിൽ ഡിവോണിയൻ പീരീഡിലാണ് സൈലോഫൈറ്റോൺ വരുന്നത്. ആ ഒരു ജനറയിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആണ്, റൈനിയലും കുക്സൂണിയനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോം ആണ് സൈലോഫൈറ്റോൺ എന്ന് പറയുന്നത്. നല്ല രീതിയിലുള്ള ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ്, പ്രൊഫ്യൂസ്ഡ് ആയിട്ടുള്ള ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് ആണ് കാണിക്കുന്നത്. ഏറ്റവും ബേസൽ ആയിട്ടുള്ള പാർട്ട് റൈസോം ലൈക്ക് ആയിട്ടുള്ള പാർട്ടാണ്. ട്രൂ റൂട്ട് ആബ്സെന്റ് ആണ്. ഓക്കെ, അവയുടെ ആ ഒരു സ്റ്റെമ്മില് ചെറിയ ചെറിയ ഇനേഷ്യൻസ് പ്രസന്റ് ആണ്, സ്മോൾ ഇനേഷ്യൻസ് പ്രസന്റ് ആണെന്നും കൂടി ഓർത്തു വെക്കുക. ദെൻ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള പ്രോട്ടോസ്റ്റീൽ ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള പ്രോട്ടോസ്റ്റീൽ ആണ്. സ്പൊറാഞ്ചിയ ടെർമിനലും ആകാം, ലാറ്ററലും ആകാം. പക്ഷെ പ്ലാന്റ് ഹോമോസ്പോറസ് ആയിട്ടുള്ള കണ്ടീഷൻ തന്നെയാണ്. കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിലോട്ട് വന്നല്ലേ, അവിടെ ഇവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇത്ര കാറ്റഗറിയാണ് സൈലോഫൈറ്റേൽസിൽ വരുന്നത്. രണ്ടാമത്തെ കാറ്റഗറിയാണ് ഫോസിൽ ലൈക്കോപോഡ്സ് അല്ലെങ്കിൽ ലൈക്കോഫൈറ്റേൽസ് അല്ലെങ്കിൽ ലൈക്കോഫൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ആക്ച്വലി ഒരു ഫോസിൽ ലൈക്കോപോഡ്സ് എന്ന് പറയുന്നത് ഈ ഒരു പ്രിമിറ്റീവ് വാസ്കുലർ പ്ലാന്റ് ഡോമിനേറ്റ് ആയിട്ടുള്ളത് കാർബോണിഫറസ് പീരീഡിലാണ്. സോ മനസ്സിലാക്കുക, ഫോസിൽ ലൈക്കോപോഡ്സ് ട്രീ ലൈക്ക് ആയിട്ടുള്ളതാണ്. ഓക്കെ, ട്രീ ലൈക്ക് ആയിട്ടുള്ളതാണ്. നിങ്ങളുടെ എക്സാമിന് കോൾ ഫോറസ്റ്റ് ഫോർമേഷന് കൂടുതൽ പങ്ക് വഹിച്ച അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള ഫോസിൽ ടെറിഡോഫൈറ്റ്സിന്റെ കാറ്റഗറി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫോസിൽ ലൈക്കോപോഡ്സ് ആണ്, ലൈക്കോഫൈറ്റ്സ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, പ്രിമിറ്റീവ് വാസ്കുലർ പ്ലാന്റ് ഡോമിനന്റ് ഡ്യൂറിങ് കാർബോണിഫറസ് പീരീഡ് ആണ്. മോസ്റ്റ്ലി ആർബോറസെന്റ് ആണ്. ആർബോറസെന്റ് എന്ന് വെച്ചാൽ ട്രീ ലൈക്ക് ആയിട്ടുള്ള ഫോം ആണ്. കോൾ ഫോറസ്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. ഓക്കെ, ഇവയിലെ ട്രൂ ആയിട്ടുള്ള റൂട്ടും സ്റ്റെമ്മും സ്മോൾ ലീവ്സും അതിനെയാണ് മൈക്രോഫിൽസ് എന്ന് പറയുന്നത് പ്രസന്റ് ആണ്. ദെൻ വാസ്കുലർ സിസ്റ്റം പ്രോട്ടോസ്റ്റീലിക് തന്നെയാണ്. ഇതിലും പ്രോട്ടോസ്റ്റീലിക് തന്നെയാണ് വാസ്കുലർ സിസ്റ്റം. ദെൻ ഇവയിലെ സ്പോർസ് ചിലത് ഹോമോസ്പോറസ് ആണ്, പക്ഷേ ചിലത് ഹെട്രോസ്പോറസ് ആണ്. അപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ അതിൽ ഏതാണ് ഹെട്രോസ്പോറസ് ഹോമോസ്പോറസ് നിങ്ങൾ ഓർത്തു വെക്കണം. ഓക്കെ, നമുക്ക് എക്സാമ്പിളിലോട്ട് പോകാം. ഒന്നാമത്തേതാണ് ലെപ്പിഡോഡെൻഡ്രോൺ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു ലെപ്പിഡോഡെൻഡ്രോണിന്റെ പിക്ചർ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കാർബോണിഫറസ് പീരീഡിൽ ലിവ് ചെയ്തിട്ടുള്ള ഇവ ഒരു ജയന്റ് ട്രീ ലൈക്ക് ആയിട്ടുള്ള ഏകദേശം 30 മുതൽ 40 മീറ്റർ ടോൾ വരെ ഗ്രോ ചെയ്യുന്ന ഒരു ജയന്റ് ട്രീ ആണ്. ഓക്കെ, ഇവയുടെ സ്റ്റെമ്മിന്റെ ആ ഒരു ഷേപ്പ്, സ്റ്റെമ്മിൽ ലീഫ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട് കേട്ടോ, ചെറിയ ചെറിയ ലീവ്സ്. ആ ഒരു ലീഫ് അവിടുന്ന് ഫോളോ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലീഫ് സ്കാർ ഉണ്ടാവുമല്ലോ. ആ ഒരു ലീഫ് സ്കാർ എന്ന് പറയുന്നത് ഡയമണ്ട് ഷേപ്പ് ആണ്. അങ്ങനെയുള്ള കുറെ ഡയമണ്ട് ഷേപ്പ് ആയിട്ടുള്ള ലീഫ് സ്കാർ കാണുന്ന സ്റ്റെം ആയിരിക്കും ഈ ഒരു ലെപ്പിഡോഡെൻഡ്രോണിൽ ഉള്ളത്. മൈക്രോഫിൽസ്, ചെറിയ ചെറിയ ലീവ്സ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അവയ്ക്ക് ചെറിയ റൂട്ട്സ് പ്രസന്റ് ആണ്. ആ ഒരു റൂട്ടിന് നമ്മളൊരു പേര് പറയും, ആ ഒരു പേര് ഇമ്പോർട്ടന്റ് ആണ്, സ്റ്റിഗ്മാരിയ എന്നാണ് ലെപ്പിഡോഡെൻഡ്രോൺ എന്ന് പറയുന്ന ഫോസിൽ ടെറിഡോഫൈറ്റ്സിന്റെ റൂട്ടിന് പേര് പറയുന്നത്. അവ ട്രീ ആയതുകൊണ്ട് തന്നെ സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നുണ്ട്. ദെൻ സ്ട്രോബില ഓരോ ബ്രാഞ്ച് ഉണ്ടല്ലോ, ആ ഓരോ ബ്രാഞ്ചിന്റെ ടിപ്പിലാണ് നമ്മുടെ സ്പൊറാഞ്ചിയ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അവ ഹെറ്ററോസ്പോറസ് ആണ്. ഓക്കെ, ഹെറ്ററോസ്പോറസ് ആയിട്ടുള്ള ഒരു ഫോസിൽ ടെറിഡോഫൈറ്റ്സ് ആണ് ലെപ്പിഡോഡെൻഡ്രോൺ ലൈക്കോപോഡ്സിൽ വരുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൾ ഫോമിംഗ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ലെപ്പിഡോഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ കാറ്റഗറി ആണ് ലെപ്പിഡോകാർപ്പോൺ എന്ന് പറയുന്നത്. ഓക്കെ, ലെപ്പിഡോകാർപ്പോണും കാർബോണിഫറസ് പീരീഡിലാണ്. ലെപ്പിഡോഡെൻഡ്രോണുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ് ലെപ്പിഡോകാർപ്പോൺ. അവയില് മെഗാസ്പൊറാഞ്ചിയം ആണ്. സ്പൊറാഞ്ചിയം വലിയ സ്പൊറാഞ്ചിയം ആണ്. എൻക്ലോസ്ഡ് ബൈ ഇൻടെഗ്യുമെന്റ് ലൈക്ക് സ്ട്രക്ചർ. ഓക്കെ, ഇൻടെഗ്യുമെന്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ വെച്ച് പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള മെഗാസ്പൊറാഞ്ചിയം ലെപ്പിഡോകാർപ്പോൺ, കാർപ്പൽ എന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ് പറയുന്നത് കേട്ടോ. ദെൻ ഷോഡ് സീഡ് ലൈക്ക് ഹാബിറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവല്യൂഷൻ പറയുമ്പോൾ അടുത്തത് വരാൻ പോകുന്നത് ഈ ഒരു വാസ്കുലർ പ്ലാന്റ്സിൽ നിന്ന് സീഡ് ലൈക്ക് ആയിട്ടുള്ള ട്രൂ സീഡ് ഫേൺസ് ആണ് അടുത്ത് ഡെവലപ്പ് ആയിട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെയുള്ള സീഡ് ലൈക്ക് ആയിട്ടുള്ള
ഒരു ഹാബിറ്റ്, അത് ഇവല്യൂഷണറി സിഗ്നിഫിക്കൻസ് ആണ്. ഒരു സീഡ് ഹാബിറ്റിന്റെ ഇവല്യൂഷണറി സിഗ്നിഫിക്കൻസ് കാണിക്കുന്ന ആളാണ് ലെപ്പിഡോകാർപ്പോൺ. ഒരു സീഡ് ലൈക്ക് ആയിട്ടുള്ള ഹാബിറ്റ് കാണിക്കുന്നുണ്ട് ലെപ്പിഡോകാർപ്പോൺ. ഇവയും ഹെട്രോസ്പോറസ് ആണ്. ഓക്കെ, അപ്പൊ 2 ഹെട്രോസ്പോറസ് ആയിട്ടുള്ള ഫോസിൽ ടെറിഡോഫൈറ്റ്സ് പഠിച്ചു. സീഡ് ഹാബിറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ലെപ്പിഡോകാർപ്പോൺ. സ്റ്റെമ്മില് ഡയമണ്ട് ഷേപ്പ് ഉള്ള ലീഫ് സ്കാർ ഉള്ള സ്റ്റിഗ്മാരിയ എന്ന് പറയുന്ന റൂട്ട് പ്രസന്റ് ആയിട്ടുള്ള കോൾ ഫോർമേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈക്കോപോഡ്സ് ആണ് ലെപ്പിഡോഡെൻഡ്രോൺ. സോ നെക്സ്റ്റ് എക്സാമ്പിൾ സിജില്ലേറിയ ആണ്. സിജില്ലേറിയയുടെ പിക്ചർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് തന്നെയാണ് സിജില്ലേറിയ. കാർബോണിഫറസ് പീരീഡിലായിട്ടുള്ള ടോൾ ആയിട്ടുള്ള മോസ്റ്റ്ലി അൺബ്രാഞ്ചഡ് ആയിട്ടുള്ള ഒരു സ്റ്റെം ആയിരിക്കും. പക്ഷേ അവയുടെ ആ ഒരു ക്രൗൺ റീജിയണിൽ ഷോഡ് വെർട്ടിക്കൽ റോസ് ഓഫ് ലീഫ് സ്കാർസ് പ്രസന്റ് ആയിരിക്കും. ഓക്കെ, ഒരു വെർട്ടിക്കൽ ലീഫ് സ്കാർസ് ഇവയിൽ വെർട്ടിക്കൽ ആയിട്ടുള്ള റോസ് ഓഫ് ലീഫ് സ്കാർസ് പ്രസന്റ് ആയിരിക്കും. ഇത് സിജില്ലേറിയയുടെ ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടില്ല. അൺബ്രാഞ്ചഡ് ആയിട്ടുള്ള സ്റ്റെം, പക്ഷേ ടിപ്പില് ചെറിയ രീതിയിലുള്ള ബ്രാഞ്ചിങ് കാണുന്നുണ്ട്. ഓക്കെ, ടിപ്പില് ചെറിയ രീതിയിലുള്ള ബ്രാഞ്ചിങ് കാണുന്നുണ്ട് എന്നും കൂടി നിങ്ങളൊന്ന് എഴുതി വെക്കുക. അപ്പൊ അവയുടെ ലീവ്സ്, അവയ്ക്ക് റൈസോമ പ്രസന്റ് ആണ്. then അവയുടെ ലീവ്സ് എന്ന് പറയുന്നത്, ഓക്കെ, ലീവ്സ് എന്ന് പറയുന്നത് ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള നാരോ ലീവ്സ് ആണ്. ടെർമിനൽ ആയിട്ട് അവയുടെ ഇവിടെ ടെർമിനൽ ആയിട്ട് സ്ട്രോബൈൽ അല്ലെങ്കിൽ കോൺസ് പ്രസന്റ് ആണ്. ഇവയും ഹെട്രോസ്പോറസ് ആണ്. കോൾ ഫോർമേഷൻ ഇവയ്ക്കും ആ ഒരു കോൾ മൈനിങ് നിയർ ലിവർപൂൾസിലൊക്കെ ഉള്ള ഒരു സിജില്ലേറിയയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പിക്ചർ ആണിത്. കോൾ മൈൻസ്, ആ ഒരു കോൾ ഫോർമേഷനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് സിജില്ലേറിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ബെത്രോഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഈ ഒരു ബെത്രോഡെൻഡ്രോൺ എന്ന് പറയുന്നത് നമ്മൾ ലെപ്പിഡോഡെൻഡ്രോൺ പഠിച്ചിട്ടില്ലേ, ആ ഒരു ലെപ്പിഡോഡെൻഡ്രോണിനെക്കാളും കുറച്ചും കൂടി സ്മോളർ ആയിട്ടുള്ള ട്രീ ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ബെത്രോഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ലീഫ് സ്കാർസ് അത്ര പ്രോമിനന്റ് അല്ല ഈ ഒരു ബെത്രോഡെൻഡ്രോണിൽ. ഓക്കെ, ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് ആണ്. ഇവയിലും ഹെട്രോസ്പോറസ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. ലാസ്റ്റ് വൺ ആണ് സെലാജിനെല്ലൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സെലാജിനെല്ലൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സെലാജിനെല്ല എന്ന് പറയുന്ന ഇപ്പൊ ഉള്ള ആ ഒരു ഗ്രൂപ്പില് പ്രസന്റ് ഡേ ഒരു ടെറിഡോഫൈറ്റ്സ് ആണല്ലോ സെലാജിനെല്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെറിഡോഫൈറ്റ് ആണ്. ക്ലാഡോസൈഫോണിക് സൈഫ്ലോസ്റ്റീൽ കാണുന്ന ടെറിഡോഫൈറ്റ് ആണ് സെലാജിനെല്ല. ആ ഒരു മോഡേൺ സെലാജിനെല്ലയുമായിട്ട് ചെറിയ സിമിലാരിറ്റി ഉള്ള അവയുടെ ആൻഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് സെലാജിനെല്ലൈറ്റ്സ് എന്ന് പറയുന്നത്. അവ ഒരു ഹെർബേഷ്യസ് ആയിട്ടുള്ള ഡൈക്കോപോഡ് ആണ്. ഹെർബേഷ്യസ് ആയിട്ടുള്ള ലൈക്കോപോഡ്സിൽ ട്രീ അല്ലാത്ത ഹെർബേഷ്യസ് ആയിട്ടുള്ള എക്സ്റ്റിങ്ക്ട് ആയിട്ടുള്ള ലൈക്കോപോഡ്സ് ആണ് സെലാജിനെല്ലൈറ്റ്സ് എന്ന് പറയുന്നത്. സ്മോൾ പ്ലാന്റ്സ് വിത്ത് മൈക്രോഫിൽസ്, ചെറിയ ലീവ്സ് ആണ്. ഇവയും ഹെട്രോസ്പോറസ് ആണ്. ലിവ്ഡ് ഫ്രം കാർബോണിഫറസ് അങ്ങോട്ടേക്കാണ് ഈ ഒരു സെലാജിനെല്ലൈറ്റ്സ് ജീവിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അവയുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ലൈക്കോപ്സിഡയിൽ വരുന്ന ഗ്രൂപ്പ്സ്. നെക്സ്റ്റ് ആണ് ഫോസിൽ സ്ഫീനോഫൈറ്റ്സ്. ഫോസിൽ സ്ഫീനോഫൈറ്റ്സും ഡോമിനേറ്റ് ആയിട്ടുള്ളത് കാർബോണിഫറസ് പീരീഡിലാണ്. അവയുടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു ഇക്വിസെറ്റം എന്ന് പറയുന്ന പ്രസന്റ് ഡേ പ്ലാന്റ്സ് ഒക്കെ ഒരു സ്ഫീനോഫൈറ്റുമായിട്ട് സിമിലാരിറ്റി ഉള്ളതാണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പെക്യുലാരിറ്റി ആണ് ജോയിന്റഡ് സ്റ്റെം വിത്ത് ഡിസ്റ്റിങ്ക്ട് നോഡ്സ് ആൻഡ് ഇന്റർനോഡ്സ്. ഓക്കെ, നോഡ്സും ഇന്റർനോഡ്സും പ്രസന്റ് ആയിട്ടുള്ള ഫോസിൽ ടെറിഡോഫൈറ്റ്സ് ആണ് ഫോസിൽ സ്ഫീനോഫൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവയുടെ സ്ട്രക്ചർ നമ്മൾ ഇക്വിസെറ്റത്തിന്റെ അനാട്ടമി ഒക്കെ നോക്കി കഴിഞ്ഞാൽ റിഡ്ജസ് ആൻഡ് ഗ്രൂവ്സ് ആണല്ലേ. ഈ ഒരു പൊസിഷൻ ഇങ്ങനെ ആയിരിക്കും അവയുടെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകും. റിഡ്ജസും ഉണ്ടാവും, ഗ്രൂവ്സും ഉണ്ടായിരിക്കും. അതേപോലെ സ്റ്റെം റിബ്ഡ് ആൻഡ് ഫറോഡ് ആയിട്ടുള്ള സ്റ്റെം ആയിരിക്കും ഉണ്ടായിരിക്കുക. ചെറിയ ചെറിയ സ്മോൾ ലീവ്സ്, അതായത് സ്കെയിലി ലീവ്സ് പോലെ. അപ്പം നമ്മളുടെ ആ ഒരു മുള പോലെയൊക്കെയാണ് നമ്മുടെ ഇക്വിസെറ്റം വരുന്നത്. അതൊരു ഫോസിൽ ടെറിഡോഫൈറ്റ് അല്ല. ആ ഒരു നോട്ട്സിൽ ചെറിയ ചെറിയ സ്കെയിലി ലീവ്സ് ഇങ്ങനെ വേൾഡ്സ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. വാസ്കുലർ ബണ്ടിൽസ് റിംഗ് ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, റിംഗിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള വാസ്കുലർ ബണ്ടിൽസ് ആണ്. പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർസ് മോസ്റ്റ്ലി ഹോമോസ്പോറസ് ആണ്. ഓക്കെ, സ്ഫീനോഫൈറ്റ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർസ് ഹോമോസ്പോറസ് ആണ്. അവയിൽ ഹെർബേഷ്യസ് ആയിട്ടുള്ളതും ട്രീ ലൈക്ക് ആയിട്ടുള്ള ഫോംസും കാണുന്നുണ്ട്.
അവയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് കലാമൈറ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് കലാമൈറ്റ്. കാർബോണിഫറസ് ആയിട്ടുള്ള പീരീഡിൽ നിൽക്കുന്ന ഈ ഒരു സ്പിനോഫൈറ്റ്സ് ട്രീ ലൈക്ക് ആണ്, ഏകദേശം 20 മീറ്റർ വരെ ടോൾ ആയിട്ടുള്ളതാണ്. then അവയ്ക്കും ഇവിടെ സൂക്ഷിച്ചു നോക്കിയാൽ ഇവയിൽ നോട്ട്സും ഇന്റർനോട്ട്സും ക്ലിയർലി ഇവിടെ എന്താ ഡിസ്ക്രൈബ് അല്ലെങ്കിൽ പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ട്രീ ലൈക്ക് ആയിട്ടുള്ളതാണ് സ്റ്റെമ്മും നോട്ട്സും അല്ലെങ്കിൽ ഇന്റർനോട്ട്സും നോട്ട്സും ക്ലിയർലി വിസിബിൾ ആണ്. സ്റ്റെം ഹോളോ ആണ്, ഉള്ളിൽ ഒന്നുമില്ല, ഹോളോ ആൻഡ് ജോയിന്റഡ് ആയിട്ടുള്ള സ്റ്റെം ആണ്. പക്ഷെ ഇവയില് സെക്കൻഡറി ഗ്രോത്ത് പ്രസന്റ് ആണ്. ലീവ്സ് ഓരോ ഇതിൽ തന്നെ വേൾസ് ആയിട്ടാണ് ലീവ്സ് ആയത്. ഈ ഒരു പിക്ചർ നോക്കി കഴിഞ്ഞാൽ ലീവ്സ് വേൾസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്ന് ക്ലിയർലി മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു ലീവ്സിന്റെ ആ ഒരു സ്കെയിലി ലീവ്സിന്റെ അറേഞ്ച്മെന്റിനെ തന്നെ നമ്മൾ മറ്റൊരു പേര് പറയുന്നുണ്ട് കേട്ടോ. പേരാണ് അനുലേറിയ എന്ന് പറയുന്നത്. ഓക്കെ, കലാമൈറ്റ്സിന്റെ ഫോസിൽ ഫോളിയേജ്, അതായത് അവയുടെ ഫോളിയേജിന്റെ മാത്രമുള്ള ഫോസിൽസ്, അത് മാത്രം കാണിക്കുന്ന ഫോസിൽസിനെയാണ് അനുലേറിയ എന്ന് പറയുന്നത്. ദെൻ ലീവ്സ് ബ്രോഡർ ദാൻ ആസ്ട്രോഫില്ലൈറ്റ്സ്. അപ്പൊ ആസ്ട്രോഫില്ലൈറ്റ്സ് എന്ന് പറയുമ്പോൾ കലാമൈറ്റ്സ് പോലെയുള്ള ഒരു പ്ലാന്റ്, അവയുടെ ലീവ്സിനെയാണ് ആസ്ട്രോഫില്ലൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ലീവ്സ് നാരോ ആൻഡ് അറേഞ്ച്ഡ് ഇൻ വേൾസ് തന്നെയാണ്, പക്ഷെ കലാമൈറ്റിന്റെ സ്റ്റെമ്മുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണുന്നതാണ്. പക്ഷെ കലാമൈറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്, എക്സാക്ട് കലാമൈറ്റ് അല്ല. കലാമൈറ്റിന്റെ ഫോസിൽ ഫോളിയേജിനെ, അതായത് ആസ്ട്രോഫിൽസിനേക്കാളും കുറച്ച് ബ്രോഡർ ആയിട്ടുള്ള ലീവ്സിന്റെ ആ ഒരു സർക്കുലർ വേൾസ്, ആ ഒരു കാർബോണിഫറസ് പീരീഡിൽ കാണുന്ന ഫോസിൽസിനെയാണ് നമ്മൾ അനുലേറിയ എന്ന് പറയുന്നത്. ഈ ഒരു കലാമൈറ്റ്സിലുള്ള സ്ട്രബൈലി അവയുടെ ബ്രാഞ്ചിന്റെ ടിപ്പിലാണ്. അവയും ഹോമോസ്പോറസ് ആണ്, കോൾ ഫോർമേഷന് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് സ്പീനോഫില്ലം. സ്പീനോഫില്ലം എന്ന് പറയുന്നത് ലിവ്ഡ് ഫ്രം ഡിവോണിയൻ ടു പെർമിയൻ പീരീഡ് വരെ ജീവിച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്, ഫോസിൽ ടെറിഡോഫൈറ്റ് ആണ്. ഇത് സ്മോൾ ഹെർബേഷ്യസ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഓക്കെ, ഹെർബേഷ്യസ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. വീക്ക് ആൻഡ് സ്ക്രാംബ്ലിംഗ് ആയിട്ടുള്ള സ്റ്റെം ആണ്. അവയുടെ ലീവ്സ് എന്ന് പറയുന്നത് വേൾസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ലീവ്സിന്റെ ഷേപ്പ് എങ്ങനെയാണ്? വെഡ്ജ് ഷേപ്പ് ആയിട്ടുള്ള ലീവ്സ് ആണ്. പ്രോട്ടോസ്റ്റീലിക് ആയിട്ടുള്ള വാസ്കുലർ ബണ്ടിൽസ് ആണ്. ടെർമിനൽ സ്ട്രബൈലി പ്രസന്റ് ആണ്. അവ ഹോമോസ്പോറസ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ് ഇവയിൽ പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇത്രയാണ് മെയിൻ ആയിട്ട് ആ ഒരു ലൈക്കോഫൈറ്റ്സിൽ വരുന്ന കാറ്റഗറി എന്ന് പറയുന്നത്, സ്പീനോഫൈറ്റ്സിൽ വരുന്ന കാറ്റഗറി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഫോസിൽ ടെറിഡോഫൈറ്റ്സ്. ഓക്കെ, ഒരു ഫോസിൽ ടെറിഡോഫൈറ്റ്സ് എന്ന് പറയുന്നത് കാർബോണിഫറസ് പീരീഡിൽ ഡോമിനേറ്റ് ആയിട്ടുള്ളതാണ്. ഇവയിൽ മെയിൻ ആയിട്ട് ഫേൺസ്, രണ്ട് കാറ്റഗറീസ് ഉണ്ട്. ട്രൂ ആയിട്ടുള്ള ഫേൺസ്, അതായത് സീഡ് ഹാബിറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ ഒരു സീഡ് കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫേൺസിന്റെ ആ ഒരു വിഭാഗമാണ് ഈ ഒരു ടെറിഡോപ്സിഡിൽ വരുന്നത്. ഇവയിൽ ആക്ച്വലി റൂട്ട്, സ്റ്റെം, ലീവ്സ് പ്രസന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പെക്യുലാരിറ്റി, അവയുടെ ലീവ്സ്, വലിയ ലീവ്സ് പ്രസന്റ് ആണ് കേട്ടോ. ആ ഒരു ലാർജ് ലീവ്സിന് നമ്മൾ ഫ്രണ്ട്സ് എന്നാണ് പേര് പറയുന്നത്. വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള വാസ്കുലർ സിസ്റ്റം ആണ്. ഫേൺസിൽ സ്പോർ വഴിയും സീഡ് ഫേൺസിൽ സീഡ്സ് വഴിയുമാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ട് കോൾ ഫോറസ്റ്റിന് കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്. അവയുടെ എക്സാമ്പിൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ആർക്കിയോപ്റ്റെറിസ് എന്ന് പറയുന്നത്. അപ്പൊ ആർക്കിയോപ്റ്റെറിസിന്റെ പിക്ചർ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ലിവ്ഡ് ഡ്യൂറിങ് ലേറ്റ് ഡിവോണിയനിലാണ് ഇവ ആർക്കിയോപ്റ്റെറിസ് ഉള്ളത്. ട്രീ ലൈക്ക് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അവയുടെ ഫോളിയേജ് ഫേൺ പോലെയാണ്. ഓക്കെ, ഫേൺ ലൈക്ക് ആയിട്ടുള്ള ഫോളിയേജ് ആണ് അവയുടെ ലീവ്സ്. ഒരു വുഡി ട്രങ്ക് വിത്ത് സെക്കൻഡറി ഗ്രോത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫേണിനും ജിംനോസ്പോമിനും ഇടയിലുള്ള ഒരു ലിങ്ക്, ഫേണിനെ ജിംനോസ്പോമായിട്ട് ലിങ്ക് ചെയ്യിക്കുന്ന ഒരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ടാണ് ട്രോഫോസിൽ ഫേൺസിൽ ആർക്കിയോപ്റ്റെറിസിനെ പറയുന്നത്. ഇവ സ്പോർസ് വഴിയായിട്ടുള്ള ഹോമോസ്പോറസ് ആയിട്ടുള്ള സ്പോർസ് വഴിയാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് പെക്കോപ്റ്റെറിസ് എന്ന് പറയുന്നത്. പെക്കോപ്റ്റെറിസ് എന്ന് പറയുമ്പോൾ കോമ്പൗണ്ട് ഫ്രണ്ട്സ് ആണ് ഇവയുടെ ഫ്രണ്ട്സ്. ഓക്കെ, ലാർജ് കോമ്പൗണ്ട് ഫ്രണ്ട്സ് ആണ്. പിന്യൂൾസ് അറേഞ്ച്ഡ് ആൾട്ടർനേറ്റീവിൽ, ഇവയിലുള്ള പിന്യൂൾസ് ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ലീവ്സിന്റെ അടിയിൽ നമ്മൾ ചെറിസ് ഒക്കെ പറയില്ലേ, ആ ഒരു ചെറിസ് പറയുന്ന പോലെ തന്നെ ലീവ്സിന്റെ അണ്ടർ സൈഡ്സിലാണ് സ്പൊറാഞ്ചിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആ സ്പൊറാഞ്ചിയയിലാണ് സ്പോർസ് പ്രസന്റ് ആയിട്ടുള്ളത്, ഹോമോസ്പോറസ് ആണ്. ന്യൂറോറ്റെറിസ് എന്ന് പറയുന്നത് കാർബോണിഫറസ് പീരീഡിലുള്ള ഫേൺ ലൈക്ക് ഫോളിയേജ് ആണ്. അവയുടെ ലീവ്സിന്റെ പ്രത്യേകത ബാക്കിയുള്ള പിക്ചേഴ്സ് ഒക്കെ നോക്കിയാൽ മനസ്സിലാകും. സ്മൂത്ത് ആയിട്ടുള്ള
ആയിട്ടുള്ള മാർജിൻസ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. അവ ആക്ച്വലി ഒരു സീഡ് ഫേൺസിൽ ഉൾപ്പെടുത്താം, പക്ഷെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സീഡ് ഫേൺ അല്ല. സീഡ് ലൈക്ക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഇവ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സീഡ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തതാണ്, തൊട്ടടുത്ത് വരുന്നതാണ് സീഡ്. അവിടെയും ഒരു ട്രൂ ഫേണും സീഡ് ഫേണും ആയിട്ടുള്ള ഒരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ന്യൂറോപ്റ്റെറസിനെ പറയാം. ഓക്കെ, ഇതാണ് ട്രൂ ഫോസിൽ ഫേൺസ്. അപ്പോൾ ഈ ഒരു നെക്സ്റ്റ് കാറ്റഗറി ടെറിഡോസ്പെർമൈൽസ് എന്ന് പറയുന്നതാണ്. പക്ഷെ ആക്ച്വലി ഇത് നമ്മുടെ ഫോസിൽ ടെറിഡോഫൈറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊരു കണക്റ്റിംഗ് ലിങ്ക് ആണ്. ടെറിഡോഫൈറ്റ്സിൽ നിന്ന് സീഡ് ബിയറിംഗ് ആയിട്ടുള്ള പ്ലാന്റിലേക്കുള്ള ഒരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ടാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ഏർലിയർ ആയിട്ട് ഇതിനെ, ഈ ഒരു ടെറിഡോസ്പെർമൈൽസ് എന്ന് പറയുന്ന ഗ്രൂപ്പിനെ, സീഡ് ഫേൺസിനെ ടെറിഡോഫൈറ്റ് എന്ന് പറയുന്ന ക്ലാസിന്റെ അണ്ടറിലായിരുന്നു ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ പിന്നീട് റീസെന്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനിൽ ഇവ ജിംനോസ്പേംസിന്റെ അണ്ടറിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ടെറിഡോഫൈറ്റ്സിനെക്കാളും ജിംനോസ്പേമിന്റെ ഫോസിൽസ് പറയുമ്പോൾ ഈ ഒരു ഗ്ലോസോപ്റ്റെറിസ് അല്ലെങ്കിൽ ടെറിഡോസ്പെർമൈൽസിന്റെ ചെറിയ ജനറൽ ക്യാരക്ടേഴ്സ് ബേസ് ചെയ്തിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മെയിൻ ആയിട്ട് ഒന്നാമത്തത് ലൈജിനോപ്റ്റെറിസ് ആണ്. ഫോൺ ലൈക്ക് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആണ് ഇവയിലും പ്രസന്റ് ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കുക, ഇനി നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഓപ്ഷൻസിൽ ഫോസിൽ ടെറിഡോഫൈറ്റ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ഇവ ഉൾപ്പെടുത്തേണ്ടത് ജിംനോസ്പേംസിലാണ് കേട്ടോ. അതില്ലാത്ത മറ്റു ഓപ്ഷൻ ആയിരിക്കണം നോക്കേണ്ടത്. സോ അവ പ്രൊഡ്യൂസ് ചെയ്യുന്നത്